ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്കിലൂടെ ഒത്തിരി പേർക്ക് പണം നഷ്ടമായ ഒരു വീഡിയോ ആണ്. ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മുടെ കൂട്ടുകാരെന്ന വ്യാജേന അവർ നമ്മളിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും നമ്മൾ പലപ്പോഴും കൊടുത്തു പോയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഒത്തിരി പേര് പോലീസ് കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ കേരള പോലീസ് നേരത്തെ ഒരു വാർണിംഗ് മെസ്സേജ് നൽകിയായിരുന്നു. ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ചാറ്റിങ്ങിലൂടെ പണം നഷ്ടമാകുന്നുണ്ടെന്ന് എന്ന് കേരള പോലീസ് നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 മാസം മുന്നേ എനിക്ക് ഇവരിങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. എന്റെ കൂട്ടുകാരന്റെ പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വരികയും നമ്മുടെ കൂട്ടുകാരാണെന്ന് ഓർത്ത് നമ്മൾ ചാറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ 2-3 ചാറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഫേക്ക് ആണെന്ന്. പക്ഷെ ചിലരത് പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ചാറ്റ് ചെയ്ത ആ ചാറ്റുകളെല്ലാം നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കലും ഒന്ന് ഞെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കിടിലം വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പം എല്ലാവരും നമ്മളിവിടെ ഒന്നാം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതെൻ്റെ സുഹൃത്തുക്കളുടെ അച്ഛൻ്റെ പേര് വന്ന മെസ്സേജാണ്. അവർ പരമാവധി മെസ്സേജ് അയക്കുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവർ മെസ്സേജ് അയക്കുന്നതെല്ലാം നേരത്തെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. എനിക്ക് 4 മാസം മുന്നേ വന്ന മെസ്സേജുകളെല്ലാം ഇത് സെയിം മെസ്സേജുകൾ തന്നെയായിരുന്നു. പിന്നെ ഫേക്ക് ആണെന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പരമാവധി മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് എൻ്റെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവർ ചോദിച്ചു എന്നാ കാര്യങ്ങളൊക്കെ മണി വേണം, ഓക്കെ 15,000 രൂപ. പിന്നെ ഇല്ല, നിനക്ക് തന്നേക്കട മണി 15,000 രൂപ അല്ലേ, നിസ്സാരം. അപ്പോഴത്തേക്കും ഓക്കെ, ഞാൻ നമ്പർ അയക്കാൻ പറയും. നമ്പർ അയച്ച് ഞാൻ ട്രൂ കോളിലേക്ക് നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 4 മാസം മുന്നേ വന്ന ആ സെയിം ആളുള്ളതാണ്. അയാളുടെ നമ്പർ ഞാനിപ്പം പേര് പറയുന്നില്ല, നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അതുമല്ലോ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെല്ലായിരിക്കും, ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതല്ലായിരിക്കും, പാവം. പിന്നെ ഞാനിപ്പം മലയാളത്തിൽ ടൈപ്പ് കഴിഞ്ഞാൽ അവർക്ക് കാണും, പക്ഷേ എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് അവർക്കൊരു പിടിപാടും കിട്ടുന്നില്ല. അവർ കിടന്ന് തല പോയി ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ലൈക്കൊക്കെ ചെയ്ത് അവരങ്ങനെ നൈസായിട്ട് അങ്ങ് ഊരിപ്പോയും. അല്ലാതെ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ, കണ്ടോ, ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുക. നമ്മൾ ചാടിക്കയറി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോകരുത്. ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അവിടെ വെച്ച് കാര്യം നിർത്തുക. വേണ്ടേ? അപ്പം ഇനി ഇതിനൊക്കെയുള്ള ആൻസർ ഞാൻ കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതിന് പറ്റിയ ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിനുണ്ട്. അയാൾ മറുപടി കൊടുത്തോളൂ. അതാണ് ഏറ്റവും ഉചിതം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല, എൻ്റെ തന്ത. ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കുക. ഫ്രണ്ട് ലിസ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ അന്യദേശക്കാരാണ്. അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അവർ തന്നെയാണ് ഈ അക്കൗണ്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അവരൊരു 10-200 പേര് കാണുമായിരിക്കും ഫ്രണ്ട്. അപ്പോൾ 200 പേര് ഫ്രണ്ട് കാണുമ്പോൾ നമ്മൾ ഓർക്കും ശരിക്കും നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് എന്ന് ഓർത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആ 3 ഡോട്ട് ഞെക്കുക. സൈഡിൽ 3 ഡോട്ട് ഞെക്കുമ്പോഴത്തേക്കും അവിടെ റിപ്പോർട്ട് പ്രൊഫൈലിൽ നിന്ന് കാണും. ആ റിപ്പോർട്ട് പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫേക്ക് അക്കൗണ്ട് ആയാലും നമുക്ക് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒന്ന് ഞെക്കുക. ആ ഫേക്ക് അക്കൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും അവിടെ താഴെ സബ്മിറ്റ് കാണും. ആ സബ്മിറ്റിലൊന്ന് ഞെക്കുക. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പം റിപ്പോർട്ട് അപ്പോൾ ചെന്നിട്ടുണ്ട്. ഇനി അത് ഡൺ അടിച്ച് നമുക്ക് പുറത്തോട്ട് പോകാം. ഇപ്പം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോക്കും ചെയ്യാം. ബ്ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്കായി. ഇനി നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്തതിൻ്റെ മെസ്സേജ് നമുക്ക്
നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരും. അപ്പോൾ അതാണ് ഫേസ്ബുക്ക് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള മെസ്സേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫേക്ക് അക്കൗണ്ട് വന്നാൽ നമുക്ക് ഫേക്ക് അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും.